പ്രിയപ്പെട്ടവരെ, രണ്ട് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ഇന്ന് നടന്നു. ഒന്ന് പശ്ചിമ ബംഗാളിലെ ഒന്നാം ഘട്ടവും രണ്ട് തമിഴ്നാട്ടിലെ പൂർണ്ണ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. SIR നടപ്പാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ആണ്. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 91.46% പേരാണ് വോട്ട് ചെയ്തത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ബംഗാളിൽ വലിയ പോളിംഗ് ശതമാനമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതെന്തിന്റെ സൂചനയാണ്? വലിയ മാറ്റത്തിന്റെ സൂചനയാണോ, തുടരാനുള്ള അനുമതിക്ക് വേണ്ടിയുള്ള സൂചനയാണോ? എന്തായാലും SIR പരിഷ്കരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ 90% മുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് ലഭിക്കുമ്പോൾ അത് 93% ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം എന്തിന്റെ സൂചനയാണ് നോബൽ മാരിക്കാരൻ? അരുൺ, പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ റെക്കോർഡ് പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 90% മുകളിൽ പോളിംഗ് എത്തി എന്ന് പറയുമ്പോൾ SIR തന്നെയാണ് അതിൽ നിർണായക ഘടകമായത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ ഉയർന്ന പോളിംഗ് മോദിക്കാണോ ദീദിക്കാണോ ഗുണം ചെയ്യുക എന്നാണ് ഇനിയിപ്പോൾ പശ്ചിമ ബംഗാൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ ക്യൂ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്ന അവസാന നിമിഷവും ആ ക്യൂ കാണാൻ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നും ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് അസൻസോൾ സൗത്ത്, അതോടൊപ്പം തന്നെ കുമാർഗഞ്ച് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥികളെ തന്നെ TMC പ്രവർത്തകർ മർദ്ദിക്കുന്ന കാഴ്ച കണ്ടു, വാഹനങ്ങൾ അടിച്ചു ചേർക്കുന്ന കാഴ്ച കണ്ടു. അതോടൊപ്പം മുർഷിദാബാദിലാണെങ്കിൽ വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. അവിടെ പ്രധാനമായും ഇന്നലെ രാത്രി ഒരു പെട്രോൾ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. രാവിലെ അവിടെ TMC ആം ജനതാ ഉന്നയൻ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച കണ്ടു. പോലീസ് ലാത്തിചാർജ് നടത്തി, വാഹനങ്ങൾ അടിച്ചു ചേർത്തു. അത്തരത്തിൽ വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. മറ്റു ചിലയിടങ്ങളിൽ TMC CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലയിടത്തും BJP TMC പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ സംഘർഷഭരിതമായിരുന്നു ഒന്നാം ഘട്ടം എന്ന് വേണം പറയാൻ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ദീദിയെ പുറത്താക്കാൻ ബംഗാൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. എന്താണെങ്കിലും രണ്ടാം ഘട്ട പ്രചരണം നാളെ മുതൽ തന്നെ കൊഴുക്കുകയാണ്. ഇന്നിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ 152 മണ്ഡലങ്ങളാണ് വിധി എഴുതിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളാണ് വിധി എഴുതാനുള്ളത്. നിലവിലത്തെ പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് റിപ്പോർട്ട് ചെയ്തത്. പശ്ചിമ ബംഗാളിൽ ഉയർന്ന പോളിംഗ് ആണ്, 91% ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച്. ഒരുപക്ഷെ പോളിംഗ് ശതമാനം ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്.